എല്ലാവർക്കും ഒരു ഹായ് അല്ലെങ്കിൽ മറ്റേ ബാക്കിയായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ക്യൂൻ മെഡൂസ അവിടെ വന്നതുകൊണ്ട് എല്ലാവർക്കും അതിശയായി. ഇത് ക്യൂൻ മെഡൂസയാണ് എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഇതിൽ ഇടപെടണ്ട എന്ന് പറയുമ്പോൾ അവൻ്റെ ലൈഫ് എനിക്കുള്ളതാണ് എന്ന് തന്നെ പറയുകയാണ് ക്യൂൻ മെഡൂസ. അതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. ക്യൂൻ മെഡൂസ ഷേവിനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എങ്കിലും പുറകെ വന്ന അറ്റാക്കാണ്. അത് കുറച്ചു നേരം അങ്ങനെ പോവാണ്. ഹൈബോട്ടോങ് ബാക്കിയുള്ളവരോട് പേടിക്കണ്ട, അത് ക്യൂൻ മെഡൂസയാണ്, അവനെ നോക്കിക്കോളൂ. ആ പ്രൊട്ടക്ടർ ഒരുപാട് ചങ്ങല അത് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുവാണ്. എന്നാൽ ഒന്നും തന്നെ ഷിയോയുടെ ദേഹത്ത് കൊള്ളാൻ സമ്മതിക്കുന്നില്ല. ഷിയോയനാണെങ്കിൽ അവൻ്റെ മാസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതിൻ്റെ കൂടെ മാസ്റ്ററിനെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ക്യൂൻ മെഡൂസ. എന്നെ നോക്കണ്ട എന്ന് പറയുമ്പോൾ പോലും ക്യൂൻ മെഡൂസന് സമ്മതിക്കുന്നില്ല. അവസാനം അവരെ ട്രാപ്പാക്കുന്ന രീതിയിൽ വരുമ്പോഴാണ് മാസ്റ്റർ ബോഡ്ജിലി ഫ്ലെയിം ഉപയോഗിച്ച് കത്തിച്ച് കളയുന്നത്. അങ്ങനെ മാസ്റ്ററിനെ ടാർഗറ്റ് ചെയ്തായി അറ്റാക്ക്. മാസ്റ്റർ വീക്കായി വരുവാണ്. കാരണം പുറത്ത് വരുന്നത് കൊണ്ട് ഒരുപാട് സ്പിരിച്വൽ എനർജി അത് പോകും. എങ്കിലും പ്രൊട്ടക്ടർ പോയിന് മാക്സിമം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടി കണ്ടപ്പോൾ ഒരു കാര്യം ചെയ്യും, മാസ്റ്ററിനെ സപ്പോർട്ടായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ ചെയ്താൽ പറയുന്നത് പോലെ തന്നെ എൻ്റെ ലൈഫ് നിനക്ക് തന്നെയാണ്, ഈ വാക്കിനെ കേൾക്കാം, എനിക്ക് ആ പിൽസ് നീ ഉണ്ടാക്കി തരാൻ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ ഹൈബോട്ടോങ്ങിൻ്റെ അടുത്തേക്ക് പിടിച്ചു തള്ളി. മാസ്റ്ററിനെ പ്രൊട്ടക്ടർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ക്യൂൻ മെഡൂസ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരേ ടൈമിൽ രണ്ട് ഡൗസോങ്ങിനെയാണ് എതിർക്കുന്ന സിറ്റുവേഷൻ പ്രൊട്ടക്ടർ പോയിന് വരുന്നത്. എങ്കിലും രണ്ടുപേരെയും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നത് കാണും. അതിന് കാരണം ഇത് ട്രൂ പവറല്ല, ഈവിൾ പവറാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. അവരുടെ ഫൈറ്റ് അത് ഒരുപാട് നേരം പോകുന്നു. ഇതെല്ലാം താഴെ നിന്ന് അവർ കാണുകയാണ്. അവസാനം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സ്കില്ല് അത് ഉപയോഗിച്ച് ഒരുപാട് സോള് അത് പുറത്തെടുക്കുന്നു. അതിൽ നിന്ന് യുൻഷാൻ്റെ സോള് അതെടുക്കുകയാണ്. അതൊരു ഡൗസോം ലെവലുണ്ടല്ലോ, അത് എക്സ്പ്ലോഷൻ ആക്കാൻ വേണ്ടി നോക്കുന്നു. അതായിട്ട് മാസ്റ്റർ ഇത് ബ്ലോ ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് പോകണം, ഇത് ഡേഞ്ചറാണെന്ന് പറഞ്ഞ് രണ്ടും കൂടി പോയി എന്നാൽ അപ്പോഴേക്കും അത് സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവിടെ മുഴുവൻ അന്ധകാരം ആകാൻ വേണ്ടി തുടങ്ങി. ഇതെല്ലാം താഴെ എന്നവർ കാണുകയാണ്. അല്ല, കാണുന്നില്ല. ഷിയോൻ സോൾ പവർ വെച്ച് അവിടെ നോക്കുകയാണ് എന്താണ് നടക്കുന്നതെന്ന്. മാസ്റ്ററും ക്യൂൻ മെഡൂസയും കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നു. എന്നാൽ അവർക്ക് അത്ര എളുപ്പം പറ്റുന്നില്ല, അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നത് കാണാം. ഒരു ഡൗസോങ്ങിൻ്റെ സോൾ എക്സ്പ്ലോഷൻ അത് ഹ്യൂജ് എനർജി ആയിട്ടാണ് പുറത്ത് വരുന്നത്. അവിടെ മുഴുവനും ഡാർക്ക്നെസ് ആകാൻ വേണ്ടി തുടങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ യാവച്ച നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. മാസ്റ്റർ മനസ്സിലായി ഇനിയൊരു ചാൻസ് ഉണ്ടായില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഷിയോനോട് മാസ്റ്ററിൻ്റെ സ്പിരിച്വൽ വേൾഡിൽ വന്നിട്ട് അവനോട് നീ സോഴ്സ് ഓഫ് ബോൺസിലിംഗ് ഫ്ലെയിം അത് സൂക്ഷിക്കണം. സോൾ ഹോളിനെ ഇനി എതിർത്ത് എനിക്ക് കഴിയില്ല, പേടിക്കണ്ട, അവരെൻ്റെ സോള് അത്ര പെട്ടെന്ന് റിഫൈൻ ചെയ്യില്ല. ഫ്യൂച്ചറിൽ മാസ്റ്റർ ഫെങ് എന്നൊരാളെ നീ കാണുവാണെങ്കിൽ ഈ റിങ് കാണിച്ചാൽ മതി, നിനക്ക് വേണ്ട ഹെൽപ്പ് കിട്ടും. ഈ സമയത്തെല്ലാം മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എതിർക്കാൻ പോലും ടൈമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഷിയോനോട് നിനക്ക് എന്നെയും നിന്റെ അച്ഛനെയും രക്ഷിക്കണമെങ്കിൽ അത് അത്ര പെട്ടെന്ന് കഴിയണമെന്നില്ല, എങ്കിലും നിനക്കൊരു നാൾ കഴിയും, എനിക്ക് വിശ്വാസമുണ്ട്. നീ ഇപ്പോൾ ഒരു ചെറിയ പയ്യനല്ല, നിനക്ക് ഇനി മാസ്റ്ററിൻ്റെ ആവശ്യമില്ല. പിന്നൊരു കാര്യം, എടുത്ത് ചാടരുത് എന്ന് പറയുന്നു. അതോടെ ആ ചങ്ങല മാസ്റ്ററിനെ കുത്തിയിരുന്നു, അത് കൊണ്ടുപോവാണ്. ആ കൊണ്ടുപോകുന്നത് മാസ്റ്ററിൻ്റെ സോള് മാത്രമല്ല, ഉടനെ പോയ അവൻ്റെ മനസ്സും കൂടെയാണ്. മാസ്റ്ററിൻ്റെ സോള് അത് ആ സോൾ ഹാളിൻ്റെ കയ്യിലായി. ഇനി ഷിയോയൻ എന്ന് പറഞ്ഞു വരുന്നു. അത് കണ്ടപടെ ഹൈബോട്ടോങ് യാവം കൂടി ചേർന്ന് ഷീൽഡ് വെച്ച് അതെല്ലാം ഒറ്റയടിക്ക് പൊട്ടിക്കുകയാണ്. സിയെ എതിർക്കാൻ നോക്കി അപ്പോഴേക്കും പ്രൊട്ടക്ടർ വേവിൻ്റെ ടൈം അത് കഴിഞ്ഞെന്ന് മനസ്സിലാക്കി അവളെ അടിച്ച് തെറിപ്പിച്ചു. ഷിയോയനാണെങ്കിൽ എന്ത് നടന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ്. അവിടെയുള്ള ആൽക്കമിസ്റ്റിലെ പേര് വെറുതെ ആൾ പോലും ഇവനോട് പോകാനായിട്ട് പറയുകയാണ്. എന്നാൽ അവനും ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. പെട്ടെന്നാണ് സോൾ ഹാളിലെ ആൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ഒന്നും തന്നെ കൊണ്ടില്ല. അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചങ്ങല ഉപയോഗിച്ച് വരുമ്പോൾ പിന്നെ ക്യൂൻ മെഡൂസ ഒന്ന് തട്ടിക്കളയുകയാണ്. ക്യൂൻ മെഡൂസയുടെ ഇനി എതിർത്ത് നിൽക്കാൻ കഴിയില്ല. കാരണം ഡൗസോങ്ങിൻ്റെ ആ എനർജി അതെല്ലാം തീർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഷിയോനോട് നിന്റെ മാസ്റ്ററിനെ രക്ഷിക്കാൻ വരുമെന്ന് എനിക്കറിയാം, നിനക്കായിട്ട് സോൾ ഹാൾ കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പോർട്ടൽ പോലെയുള്ള അതിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ ഷിയോൻ അടിക്കാനായിട്ട് ചെല്ലുന്നു. എന്നാൽ അപ്പോൾ തന്നെ ക്യൂൻ മെഡൂസ അവനെ പ്രഷർ ഉപയോഗിച്ച് തടഞ്ഞു. അവന് വളരെയധികം സങ്കടമുണ്ട്. അത് ക്യൂൻ മെഡൂസയെ കണ്ടിട്ട് ക്യൂൻ മെഡൂസയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥ. പ്രൊട്ടക്ടർ പോയപ്പോൾ അവനോട് നീ എടുത്ത് ചാടരുത്, നിന്നെ കൊണ്ട് കഴിയുമെന്നാണോ, നീ പോയാൽ നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല, അതുപോലെ തന്നെ അവരെ രക്ഷിക്കാനും നീയാണ് ഒരേ ഒരു ഹോപ്പ്, അതുപോലെ ഒരു ചാൻസ് ഉണ്ട്, അത് കളയരുത് എന്ന് ക്യൂൻ മെഡൂസ മോട്ടിവേഷൻ കൊടുത്തത്. ഇപ്പം നീ ഒറ്റയ്ക്കല്ല, ജിയാമ എംപയർ പോലും നിന്നിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് കേട്ട് യുല്ലാസെറ്റിൻ്റെ കാര്യം ഓർത്തിട്ട് ചെല്ലുന്നു. അത് കണ്ടപാടെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും യുല്ലാസെറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റി. അവനത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. എങ്കിൽ കൂടി അവനോട് യുല്ലാസെറ്റ് ലീഡർ യുൻഷാൻ മരിച്ചു, ഒരുപാട് ഡിസിപ്ലിൻസും അതുപോലെ തന്നെ ഇത് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ യുല്ലാസെറ്റ് ആദ്യം അവൻ്റെ അച്ഛനെ കൊണ്ട് ഈ ഷിയോ ഫാമിലി വൈപ്പ് ചെയ്ത് ഇപ്പോൾ സ്വന്തം മാസ്റ്ററിനെ കൂടി ഇതെല്ലാം കഴിഞ്ഞിട്ട് നിർത്താനെന്നാണോ. സോൾ ഹാളിന് യുൻഷാനായിട്ടാണ് ക്ലോസ് ആയത്, യുല്ലാസെറ്റുമായിട്ടില്ല. നിനക്ക് ഇനിയും മതിയായില്ലേ എന്നൊക്കെ ചോദിക്കാണ്. യുൻഷി അങ്ങനെ പറയുമ്പോൾ ജിയാമ എംപയറിൽ നിന്നും യുല്ലാസെറ്റിനെ ഇല്ലാതാക്കുന്നത് വരെ ഞാൻ നിർത്തില്ല. അത് കേട്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞാനാണ് ലീഡർ, എനിക്ക് എൻ്റെ സെറ്റിനെ സംരക്ഷിക്കണം, എനിക്ക് തടഞ്ഞേ മതിയാകൂ.
അത് കേട്ട് ശരി എന്നവരെ പിൽസൊക്കെ എടുത്ത് കഴിച്ച് റെഡിയായി. എൻട്ര വന്നിട്ട് ഞാൻ യുള്ള സെറ്റിൻ്റെ ഡിസിപ്ലിൻ ആണ്, എനിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുവാണ്. ഹൈബോട്ടം വന്ന് നിൻ്റെ ഇഞ്ചുറി ഓക്കെയാണോ, അത് നമ്മൾ നോക്കാം എന്നൊക്കെ പറയുമ്പോൾ യുൻഷിയാണെങ്കിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുവാണ് സങ്കടത്തോടെ ആണെങ്കിൽ കൂടി. ഇല്ല ഇത് ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് സിയോയൻ. അവൾ ഡയലോഗ് അടിച്ചു വരുന്നു, 3 വർഷം മുൻപ് നടന്നത് അവളുടെ മിസ്റ്റേക്കാണ് എന്ന് അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവളെ അടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയാക്കി. അവസാനം അവളുടെ കഴുത്തി പിടിച്ച് കൊല്ലാൻ എന്നാണ് നിൽക്കുമ്പോൾ യുൻഷി അവളെ വെറുതെ വിട് എന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ സിയോയൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ ഫാമിലീസ് അവരുടെ സോൾജേഴ്സ് ഒന്ന് എല്ലാവരെയും വളരെ സെറ്റാക്കി. ഇനി പറഞ്ഞാൽ മതി എന്ന് പ്രിൻസസ് യു പറയുമ്പോൾ സിയോയൻ്റെ തീരുമാനമാണ് എന്ന് യാവോ അവനീ അവളെ വെറുതെ വിട്ടു. യുള്ള സെറ്റിലെ എല്ലാവരും എന്ന് പറയുമ്പോൾ തന്നെ കൊല്ലാനായിട്ട് റെഡിയായി. യുൻഷി എന്തൊക്കെയോ ഇമോഷണലായിട്ട് പറയുന്നു. അവസാനം ഇവരെ കൊന്ന് ഇവിടെ ഒരു സ്ലാക്തറാക്കുന്നതിന് മുൻപ് ആദ്യം എന്നെ കൊല്ല്, നിന്റെ ദേഷ്യം അങ്ങനെയെങ്കിലും തീർക്കട്ടെ എന്ന് പറയുമ്പോൾ അത് കേട്ട് നിന്നെ കൊന്ന എൻ്റെ അച്ഛൻ മാസ്റ്റർ അവർ തിരികെ വരുമെന്നാണ്, എൻ്റെ ഷിയ ഫാമിലി റീവൈവ് ചെയ്യുമെന്നാണ്. യുൻഷി എന്ന അവർ സെറ്റിനു പുറമെ അവരുടെ ഉള്ള ആൾക്കാർ അവരെ സംരക്ഷിക്കാനായിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് എന്ത് വില നൽകിയായാലും ഇവരെ സംരക്ഷിച്ചാൽ മതിയാകൂ, ആദ്യമേ എന്നെ നീ കൊല്ലി എന്ന് പറയുവാണ്. അപ്പോൾ ഹൈബോട്ടം വന്ന് സിയോയെ എന്നോട് നിർത്ത്, ഇവിടെ ഉള്ളവർക്ക് യുൻഷാൻ്റെ മാസ്റ്റർ മൈൻഡ് ഒന്നും അറിയില്ല, അവനെ കൊല്ലുന്നു അത് കഴിഞ്ഞു, നീ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറയുന്നു. അത് കേട്ട് സിയോയൻ തീരുമാനമെടുത്ത് 1 മാസം അത് കഴിഞ്ഞ് യുള്ള സെറ്റ് ഡിസ്ബാൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നരകമാക്കും എന്ന് പറഞ്ഞ് പോകുന്നു. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ ബൈ.